ഹലോ ഗൈസ്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് കഴിഞ്ഞ ആഴ്ച ഉദ്ഘാടനം കഴിഞ്ഞ ലുലു ഹൈപ്പർ മാർക്കറ്റാണ് നമ്മളിപ്പോൾ കാണുന്നത്. തിരക്കൊക്കെ കാരണം ഞങ്ങൾക്ക് ഇന്നാണൊന്ന് അവിടെ വരെ ഒന്ന് പോകാൻ കഴിഞ്ഞത്. തിരക്ക് എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഇങ്ങനെ തിരക്ക് ഞാൻ ഈ അടുത്ത് ഞാൻ കണ്ടിട്ടില്ല. ഒരു പള്ളിപ്പെരുന്നാളോ ഒരു ഉത്സവമോ എന്തോ കഴിഞ്ഞ പോലെയാണ് എനിക്ക് ഇവിടെ വന്ന് കയറിയപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത്. എന്തൊക്കെയാണെങ്കിലും ലുലുവിൻ്റെ പാർക്കിങ് കോഴിക്കോട് ജില്ലയിൽ ഇതേപോലൊരു പാർക്കിങ്ങുള്ള വേറൊരു മാള് ഇല്ല എന്ന് തന്നെ പറയാം. അവർ കൃത്യമായിട്ട് അതിനെ ഓർഗനൈസ് ചെയ്തതിനെക്കുറിച്ച് നമുക്ക് എടുത്തു പറയേണ്ടതാണ്. പിന്നെ ഇന്ന് ഞങ്ങൾ വന്നപ്പോൾ കാണുന്നത് ഒരു പിടി ജനങ്ങൾ, അതിൽ പ്രായഭേദമന്യേ എടുത്ത് പറയണമല്ലോ, വടിയും കുത്തി പിടിച്ചു വന്ന വയസ്സായ ആളുകൾ മുതൽ പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ എടുത്തിട്ട് വരെ ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. എന്തോരം ആളുകളാണ് തിരിഞ്ഞും മറിഞ്ഞും കുട്ടികൾ കളിക്കുന്നതും ഫോട്ടോ എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു. ഒരുപാട് തിരക്കാരണം എനിക്ക് ഹൈപ്പർ മാർക്കറ്റിലേക്ക് അധികം ഞാൻ കയറിയില്ല. ഞാൻ നേരെ ലുലു ഫാഷനിലേക്കാണ് ഞാൻ കയറിപ്പോയത്. ഇവിടെയാണെങ്കിൽ എല്ലാത്തിനും ഓഫറാണ്. ഒരുപാട് തരം ആഭരണങ്ങൾ, കമ്മലുകൾ, വളകൾ, അതുപോലെ ബാഗിൻ്റെ ഒരുപാട് സെക്ഷൻസ്, ഷൂ കേസുകളുടെ സെക്ഷൻ, പലതരം ബ്രാൻഡ്, ലൂയിസ് ഫിലിപ്പി, ആരോ, ജാക്ക് ആൻഡ് ജോൺസ് അങ്ങനെ തുടങ്ങിയ ഒരുപാട് കമ്പനികളുടെ ബ്രാൻഡഡ് ഐറ്റംസ് അവിടെയുണ്ട്. പെല്ലി ജീൻസ്, അങ്ങനെ എല്ലാത്തിനും കൂടെ ഡിസ്കൗണ്ട്സ്, എല്ലാം ഡിസ്കൗണ്ട് സെയിലാണ് അവർ ചെയ്യുന്നത്. അതുകൂടാതെ ഫുട്വെയർ സെക്ഷനാണ് എടുത്തു പറയേണ്ടത്. ഇതായത് ഏകദേശം 50% ഡിസ്കൗണ്ട് കൂടി അഡിഡാസിൻ്റെ ഷൂസ്, പ്യൂമയുടെ ഷൂസ്, അതുപോലെ തന്നെ വുഡ്ലാൻഡിൻ്റെ 40% ഡിസ്കൗണ്ടുള്ള ഷൂസ്, അതുകൂടാതെ ഇവരുടെ തന്നെ ബ്രാൻഡിൽ വരുന്ന ഒട്ടനവധി കമ്പനികളുടെ ഫുട്വെയർസ് അവിടെയുണ്ട്. ചെരുപ്പുകളും ഷൂകളായിട്ട് ഒരു ബൂട്ട്, അങ്ങനെ മുതലായ എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ സ്പോർട്സിന് ഒരു സ്പെഷ്യൽ സെക്ഷൻ തന്നെയുണ്ട്. സ്പോർട്സിനെല്ലാം ഇൻക്ലൂഡിങ് സൈക്കിൾ അടക്കം നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നതാണ്. കഴിഞ്ഞിട്ട് ഞാൻ ബില്ലിംഗ് സെക്ഷനിലേക്ക് വന്നപ്പോഴാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ പറയുക, നമ്മുടെ ഹോട്ട് വീൽ സെക്ഷൻ അല്ലെങ്കിൽ ഡൈകാസ്റ്റ് കാറുകളുടെ ഒരു വലിയൊരു സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വൈഫ് എനിക്ക് ഓരോന്ന് എടുത്ത് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിൽ നിന്ന് ഞങ്ങൾ ഒരുപാട് നോക്കി. ഇന്ത്യൻ ട്രക്കുകളുണ്ട്, ഇന്ത്യൻ നമ്മുടെ ഹ്യുണ്ടായുടെ ക്രെട്ട മുതലായ വാഹനങ്ങൾ. പക്ഷേ അതിലേറ്റവും കൂടുതൽ അട്രാക്റ്റീവ് തോന്നിയത് ഹോട്ട് വീൽസിൻ്റെ സെക്ഷൻ തന്നെയായിരുന്നു. ഇതിൽ അവരെ ഹോട്ട് വീലിൽ പെടുന്ന ഒട്ടനവധി കാറുകൾ അവരവിടെ ഹോട്ട് വീലിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. അത് കൂടാതെ മേടിക്കുമ്പോൾ ഒരെണ്ണം കിട്ടാത്ത രീതിയിൽ വേറെ ഡൈകാസ്റ്റ് കമ്പനിയുടെ കാറുകൾ ഉണ്ടായിരുന്നു, റിമോട്ട് കാറുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഇതിൻ്റെ നമുക്കൊരു സെറ്റ് ഓഫായിട്ട് നമുക്കൊരു 5-6 എണ്ണം ഒരുമിച്ച് മേടിക്കാവുന്ന രീതിയിലുള്ള എന്താ അറിയില്ല, ആ ഭാഗത്തുണ്ടായിരുന്ന തിരക്ക് അത് വളരെയധികം. അതുപോലെ തന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ബൈക്കുകൾ, BMW ബൈക്ക്, അതുപോലെ തന്നെ ഹോണ്ട ആഫ്രിക്ക മുതലായ ബൈക്കുകളുടെ എല്ലാത്തിനെയും ഡൈകാസ്റ്റ് മോഡൽസ് അവിടെ അവൈലബിൾ ആയിരുന്നു. സൺഗ്ലാസിന് വേണ്ടിയിട്ട് വേറൊരു സെക്ഷൻ തന്നെ അവിടെ ഉണ്ട്. നമ്മുടെ എല്ലാ തരത്തിലുള്ള ബ്രാൻഡുകളും അതിൻ്റെ പലതരം മോഡൽസ് അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഒരുപാട് അപ്പോൾ തന്നെ ചെറിയ കുട്ടികളുടെ ചെരുപ്പുകൾ, അതെല്ലാം സ്റ്റാർട്ടിങ്ങിൽ അവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ ചെറിയ റേഞ്ചിലുള്ള ടീഷർട്ടുകൾ, നമ്മുടെ വീട്ടിലിടുന്ന ഡ്രസ്സുകൾ, അങ്ങനെ മുതലായ ഒരുപാട് ഐറ്റംസും എനിക്കവിടെ കാണാൻ കഴിഞ്ഞു. ഒരുപാട് പേര് ഈ എന്തൊക്കെയാണെങ്കിലും ഇന്ന് വ്യാഴാഴ്ച ആയിരുന്നു ഞാൻ പോയത്. ഇവിടെ സ്ത്രീകളുടെ വസ്ത്രത്തിൻ്റെ ഏരിയയിൽ അത്രയധികം തിരക്ക് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. കൂടുതലും ഹൈപ്പറിൻ്റെ ഏരിയയിലും അതുപോലെ ഹോട്ട് വീൽ സെക്ഷൻസ്, ഷൂ, ഫുട്വെയറിൻ്റെ ഏരിയ, അങ്ങനെ എല്ലാവരും. അതുപോലെ തന്നെ ക്രോക്സിനൊക്കെ 25% ഡിസ്കൗണ്ട് അവർ കൊടുക്കുന്നുണ്ട്. അതുപോലെ അഡിഡാസിന് 50%, അങ്ങനെ ഒരുപാട് ഡിസ്കൗണ്ട്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മൊബൈൽ ഫോണിന് വേണ്ടിയിട്ട് ഒരു വേറൊരു സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. സ്ത്രീകളുടെ ഇന്നർവേഴ്സ്, അതുപോലെ ജെൻസിൻ്റെ ഇന്നേഴ്സ്, അങ്ങനെ അതിനായൊരു വേറൊരു ഭാഗം ലീയുടെ ബ്രാൻഡ് ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് എടുത്ത് പറയത്തക്ക നമുക്കറിയാവുന്ന ഒരുപാട് ബ്രാൻഡ്സ് അവിടെ നമ്മുടെ ലുലു ഫാഷനിൽ അവൈലബിൾ ആണ്.
ശരിക്കും നമ്മുടെ കോഴിക്കോടിലെ ലുലു ഒരു ബേസ്മെൻറ്റ്, ഒരു ഗ്രൗണ്ട് ഫ്ലോർ, പിന്നെ ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ എന്ന രീതിയിലാണ് ഉള്ളത്. അതിൽ ഗ്രൗണ്ട് ഫ്ലോർ ലുലു ഹൈപ്പർ മാർക്കറ്റും, സെക്കൻഡിൽ ഫാഷൻ സെൻറ്ററും, തേർഡിലാണെങ്കിൽ വരുന്നത് നമ്മുടെ അവരുടെ ഗെയിമിങ്ങിനും എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ് വരുന്നത്. ഒരുപാട് ഡൈനിങ് അവിടെ അവൈലബിൾ ആണ്, ഫുഡ് കോർട്ടുകളെല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ ഇന്നത്തെ തിരക്ക് കാരണം ഓൾമോസ്റ്റ് എല്ലാ ഭാഗവും സീറ്റ് ഫുള്ളായിട്ടാണ് ഞങ്ങൾ കണ്ടത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊന്നും കഴിക്കാനൊന്നും നോക്കിയില്ല. നമ്മുടെ വീഗലാൻഡിലെ പോലെ 3-4 കാറും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പോയിട്ട് നമുക്കിനി ഇങ്ങനെ കാർ ഓടിക്കാൻ വേറെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ശരിക്കും ഒന്ന് ലുലു മാൾ എൻജോയ് ചെയ്യണം എന്ന് വിചാരിക്കുന്നവരൊന്നും ഈ സമയത്ത് വരണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. കുറച്ചുകൂടി അത് കഴിഞ്ഞ് ഒന്ന് സമയം ഇപ്പോഴത്തെ പുതുക്കൊന്ന് മാറി കഴിയുമ്പോഴത്തേക്ക് ലുലു മാൾ അവിടെ തന്നെ ഉണ്ടാവും. ഈ തിരക്കിലൊന്നും അതിൻ്റെ ഒരു രസം കളയേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഹൈലൈറ്റ് മാളും മറ്റ് മാളുകളൊക്കെ കണ്ട കോഴിക്കോട്ടുകാർക്ക് ഇത് വലിയ കൗതുകമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പുതിയതായ ഇത് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. വലിയ ഹൈപ്പർ മാർക്കറ്റും അവരുടെ ഫാഷൻ സെൻറ്ററൊക്കെ അത്യാവശ്യത്തിന് സൗകര്യം കാര്യങ്ങളായിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സമയം കിട്ടുമ്പോൾ ഒന്ന് വന്ന് കാണുക.